നമസ്കാരം. ചായ കുടിക്കൂ സമ്മാനങ്ങൾ നേടൂ എന്ന പ്രഖ്യാപനവുമായിട്ട് മലയാളികളുടെ മുന്നിലേക്ക് കടന്നു വന്ന ഒരു കച്ചവടക്കാരനുണ്ട്, ബോച്ചെ. ബോച്ചെ ടീയുടെ പരസ്യവാചകം ഇതായിരുന്നു: ചായ കുടിക്കൂ സമ്മാനങ്ങൾ നേടൂ. എപ്പോഴാണ് ഈ പരസ്യവാചകം ഉയർന്നു കേട്ടത് കേരളത്തിൽ? ആ പരസ്യവാചകം കേരളക്കരയാകെ വ്യാപിച്ച സന്ദർഭമെന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് 34 കോടി ബ്ലഡ് മണി സമാഹരിക്കുവാൻ വേണ്ടിയിട്ട് ലോകത്താകമാനമുള്ള മലയാളികൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചപ്പോൾ അതിനിടയിലൂടെ ഉയർന്നു കേട്ട ഒരു ശബ്ദമായിരുന്നു: ചായ കുടിക്കൂ സമ്മാനങ്ങൾ നേടൂ. യാചകയാത്ര ഉൾപ്പെടെയുള്ള പരിപാടികളുമായിട്ട് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനു വേണ്ടിയിട്ട് ബ്ലഡ് മണിയുടെ സമാഹരണത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ട് ബോച്ചെ കേരളത്തിൽ നടത്തിയ പ്രവർത്തനം മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ നാം എല്ലാവരും അറിഞ്ഞതാണ്. കൃത്യമായിട്ട് ഏതവസരത്തിലാണ് തൻ്റെ ബിസിനസ് പ്രൊമോഷൻ നടത്തേണ്ടത് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കേരള സ്റ്റേറ്റ് ലോട്ടറി ആക്ട് 1967, ലോട്ടറി റെഗുലേഷൻ ആക്ട് 1998 തുടങ്ങിയ നിയമങ്ങളെയെല്ലാം നഗ്നമായി ലംഘിച്ചുകൊണ്ട് അദ്ദേഹം സ്വകാര്യ ലോട്ടറിയുടെ പ്രഖ്യാപനം നടത്തിയത് എന്നാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ അവസരം ഉപയോഗിച്ചാൽ സമൂഹത്തിന് കൂടുതൽ അറ്റൻഷൻ കിട്ടും, കൂടുതൽ ശ്രദ്ധ നേടിയെടുക്കാം എന്ന മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് ഇതിൽ ഇടപെടുകയും ഈ ബോച്ചെ ടീയുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുന്നിൽ തൃശ്ശൂർ ഓക്സിജൻ സിറ്റി സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടും മുഴുവൻ സ്ഥലങ്ങളിലും ബ്ലഡ് ബാങ്ക് സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് ഓടിയിട്ടും ഒക്കെ ഫിഗി കാർഡിന് വേണ്ടിയിട്ട് നടത്തിയ പരിശ്രമവും മർഡോണയുടെ പ്രതിമയുമായിട്ട് നടത്തിയ പരിശ്രമങ്ങളെയും ഒക്കെ തന്നെ ഇതിനിടയിൽ സമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇത്തരത്തിൽ പരാജയപ്പെട്ട ധാരാളം സംരംഭങ്ങളുടെ ഒരു സൂത്രധാരനാണ് ഈ പുതിയ പരസ്യവാചകവുമായിട്ട് മലയാളികളുടെ ഇടയിലേക്ക് കടന്നു വന്നത് എന്നുള്ളതും കേരളക്കരയാകെ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വളരെ വിചിത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത, ഇത്തരത്തിലുള്ള നഗ്നമായിട്ടുള്ള നിയമലംഘനം നടക്കുമ്പോഴും കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങൾ, ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ ഈ കോർപ്പറേറ്റ് മുതലാളിയുടെ നേർക്ക് ഒരു ചെറുവിരൽ അനക്കാൻ സാധിക്കുവാൻ ഒരു ചെറുവിരൽ അനക്കുവാനുള്ള പരിശ്രമം പോലും നടത്തുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത്തരം സർവ്വസാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മേൽ നിയമത്തിന്റെ അനാവശ്യ ആധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ധാരാളം പരിശ്രമങ്ങൾ നടക്കുന്ന നാടുകൂടിയാണ് നമ്മുടെ ഈ കേരളം. ഈ കേരളത്തിൽ ഇത്രയ്ക്ക് വളരെ പ്രഖ്യാപിതമായിട്ട് നിയമത്തെ വെല്ലുവിളിക്കുമ്പോൾ അതിനെതിരെ ഒരു തികഞ്ഞ നിശബ്ദതയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനെല്ലാം കടിഞ്ഞാണിട്ടുകൊണ്ട് ഇപ്പോൾ ഇതിനെല്ലാം പൊതുസമൂഹത്തെ വഞ്ചിക്കാൻ പാടില്ല എന്ന പ്രഖ്യാപനം കുറിച്ചുകൊണ്ട് ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ആദർശ് എസ് ഈ വിഷയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ആദർശ് എന്ന് പറയുന്ന ഹൈക്കോടതി അഭിഭാഷകൻ ഇന്ന് ലോട്ടറി ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ തന്നെ കേരള സർക്കാരിനുമൊക്കെ പരാതി നൽകിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് 1000 രൂപയിൽ കൂടുതൽ സമ്മാനം നൽകുന്ന തരത്തിലുള്ള ഞറുക്കെടുപ്പുകൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് നടത്താൻ സാധ്യമല്ല. സ്വകാര്യ വ്യക്തികൾക്ക് ഇത്തരത്തിൽ ചെയ്യുവാനുള്ള അനുവാദമില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഞറുക്കെടുപ്പ് സംസ്ഥാന സർക്കാർ പോലും ചെയ്യേണ്ടത് ഒന്നിലധികം ദിവസം ഒരേ പേരിലുള്ള ഞറുക്കെടുപ്പ് നടത്താൻ പാടില്ല. സംസ്ഥാന സർക്കാർ 40 രൂപയാണ് ലോട്ടറി എങ്കിൽ അതേ 40 രൂപയ്ക്ക് സമാന്തരമായിട്ടാണ് ഇത്തരത്തില് ഈ പറയുന്ന ചായപ്പൊടിക്കും വിലയിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് എന്തിന് 40 രൂപ കൊടുത്ത് ഞാൻ കേരള ലോട്ടറി എടുക്കണം, ഞാൻ 40 രൂപ ഈ ബോച്ചെ ടീക്ക് മുടക്കിയാൽ കൃത്യമായിട്ട് എനിക്ക് ചായപ്പൊടി കൂടി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ എന്നുള്ള ചിന്ത പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ദുഷ്ടലാക്കാണ്, കുബുദ്ധിയാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് ഈ അഡ്വക്കേറ്റ് ആദർശ് എസ് എന്ന് പറയുന്ന ഹൈക്കോടതി അഭിഭാഷകൻ കൃത്യമായി ഇതിൽ ഇടപെട്ടുകൊണ്ട് വിശദീകരിക്കുന്നത്.
കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ സർക്കാരിന്റെ ലോട്ടറി സംവിധാനം എന്ന് പറയുന്നത് ധാരാളം ലക്ഷക്കണക്കിന് നിർധനരായിട്ടുള്ള വളരെ സാധുക്കളായിട്ടുള്ള സഹോദരിമാർക്കും വികലാംഗരായിട്ടുള്ള ആളുകൾക്ക് പോലും ഉപജീവന മാർഗമായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ആ സംവിധാനങ്ങളെയെല്ലാം തച്ചു തകർക്കുന്ന തരത്തിലുള്ള നിലപാടുമായിട്ട് ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് മുതലാളിമാർ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി അതിനെ തളയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഹൈക്കോടതി അഡ്വക്കേറ്റ് തയ്യാറായത് വളരെയധികം അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന പ്രവർത്തനം തന്നെയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊതുസമൂഹം തിരിച്ചറിയുന്നതും അങ്ങനെ തന്നെ.